നമുക്കിന്ന് കണ്ണൂർ സ്പെഷ്യൽ ബാജിക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി കറിയാണ് നമ്മുടെ കണ്ണൂരിലെ ബാജിക്കറി. ഇത് പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയുള്ള നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയാണ് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ബാജിക്കറി. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ തൊലി കളഞ്ഞ് 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, ഒരു ചെറിയ ഇഞ്ചിയല്ല, ചെറിയതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം ചതച്ചത്, പിന്നെ സവാള നീളത്തിലരിഞ്ഞത്. ഇനി മസാല നോക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനാവശ്യത്തിന് ഞാൻ കാന്താരിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കാന്താരിയോ പച്ചമുളകോ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങാപ്പാൽ. ഇവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി മുറിയെടുത്തിട്ട് ഉണ്ടാക്കിയ പാലാണ് ഈ തേങ്ങാപ്പാൽ. ഇനി നമുക്ക് കറിയിലേക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് 4 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ അളവ് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അധികം ഇടണ്ട, ക്യാരറ്റ് കൂടുന്നതിനനുസരിച്ച് കറിക്ക് മധുരം കൂടും. അതുകൊണ്ട് നമ്മൾ ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് എടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് മുടി വളരാൻ സഹായിക്കുന്നതാണ് കറിവേപ്പില. അതുകൊണ്ട് കറിവേപ്പില കൂടിയാലും പ്രശ്നമില്ല. ഇനി നമുക്കതിലേക്ക് കാന്താരി മുളകും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇവിടെ എനിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ, അതായത് ഉരുളക്കിഴങ്ങ് നന്നായി വെന്തുടയണം. അതുവരെ അത് ഓരോ കുക്കറിലും വിസിൽ മാറ്റായിരിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ കുക്കറിൽ 5 വിസിലാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ 5 വിസിലടിച്ച് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ കുക്കർ മൂടി കുറച്ച് ടൈറ്റാണ് കേട്ടോ, എനിക്ക് ഊരാൻ കുറച്ച് പ്രയാസമാണ് ഇതിൻ്റെ മൂടി. അപ്പോൾ നമ്മൾ ഊരിയെടുത്ത്, ഇനി ഊരിയെടുത്തതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെന്തിനൊന്ന് നോക്കാം. അപ്പോൾ വെന്താൽ നമ്മളിങ്ങനെ തൊട്ടാൽ, പ്രസ് ചെയ്താൽ അമർന്നു പോകുന്ന വിധത്തിലായിരിക്കണം ഉരുളക്കിഴങ്ങിൻ്റെ പാകം. ഇനി നമുക്ക് നല്ലതുപോലെ കയ്യിൽ വെച്ച് ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ ഉടച്ചത്. അപ്പോൾ ഉടച്ചപ്പോൾ നല്ല കുറുകിയൊരു കറി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുറുകിയ തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഈ കറിയുടെ കളറൊന്ന് മാറി തുടങ്ങും. അപ്പോൾ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 2-3 തിള വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിയുടെ തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഇതാ ഓഫാക്കാൻ പോവുകയാണ്. അപ്പോൾ തിള വന്നിട്ട് കാണുന്നില്ലേ, ഇത്രയും തിളക്കുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അധികം തിളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കർ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് താളിച്ച് കൊടുക്കാം. ഞാൻ താളിക്കാൻ ആവശ്യമായിട്ട് ഇവിടെ പാത്രം വെച്ച് അതിലേക്ക് കടുക് പൊട്ടിയ ശേഷം ഞാൻ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും ഇട്ട് നമുക്ക്
കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ഉഴുന്ന് പരിപ്പിട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ, ഉഴുന്ന് പരിപ്പിൻ്റെ ഫ്ലേവർ കൊണ്ട് കറിയുടെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ താളിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇതാണ് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ബാജിക്കറി. ബൈ.